ഹായ് ലേണേഴ്സ്, വെൽക്കം ടു സൈറ ലേണിംഗ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ലോജിക് ഗേറ്റ്സിനെ കുറിച്ചാണ്. സോ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് സർക്യൂട്ടിന്റെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ലോജിക് ഗേറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ കമ്പ്യൂട്ടർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലെ റാം, റോം, രജിസ്റ്റർ മെമ്മറി ഇതെല്ലാം ലോജിക് ഗേറ്റ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സോ ഏതൊരു ഇലക്ട്രോണിക് ഡിവൈസിന്റെയും ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ് ലോജിക് ഗേറ്റ്. ഇപ്പൊ എന്താണ് ഈ ഗേറ്റ് എന്നുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഗേറ്റിന്റെ പ്രാധാന്യം എന്താണ്? ഒരു പർട്ടിക്കുലർ സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യാണ് ഗേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു പർട്ടിക്കുലർ സിഗ്നലിന്റെ ഫ്ലോ കൺട്രോൾ ചെയ്യാണ് ഗേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അതോടൊപ്പം ലോജിക്കൽ ഓപ്പറേഷൻസ് ഇത് പെർഫോം ചെയ്യുന്നുണ്ട്. ഇനി ഇപ്പൊ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയർ അല്ലാതെ സോഫ്റ്റ്വെയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ലോജിക് ഗേറ്റ്സ് യൂസ് ചെയ്യുന്നത് ലോജിക്കൽ എക്സ്പ്രഷൻസ് ആയിട്ടാണ്. ഇപ്പോൾ ഒരു സി പ്രോഗ്രാം ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ബിറ്റ് വൈസ് ഓപ്പറേഷൻസ് ആയിട്ടാണ് ലോജിക് ഗേറ്റ്സിനെ യൂസ് ചെയ്യുന്നത്. സോ കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറിലാണെന്നുണ്ടെങ്കിലും സോഫ്റ്റ്വെയറിലാണെന്നുണ്ടെങ്കിലും ലോജിക് ഗേറ്റ്സിനെ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ലോജിക് ഗേറ്റ്സിന്റെ ഒരു ഡെഫിനിഷൻ എന്താണെന്നുള്ളത് ഇവിടെ നോക്കാം. എ ലോജിക് ഗേറ്റ്സ് ഈസ് എ ഡിവൈസ് ദാറ്റ് ആക്ട് ആസ് എ building block for digital circuits and they perform basic logical functions that are fundamental to digital circuit. In a circuit, logic gates will make decisions based on a combination of ഡിജിറ്റൽ സിഗ്നൽസ് കമ്മിങ് ഫ്രം ഇറ്റ്സ് ഇൻപുട്ട്. നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ ഒന്ന് അടുക്കി ചിട്ടപ്പെടുത്തി എഴുതി എന്നേ ഉള്ളൂ. ഇനി ഏതൊക്കെയാണ് ലോജിക് ഗേറ്റ്സിൽ വരുന്നത്? അതായത് ലോജിക് ഗേറ്റ്സിന്റെ കേസിൽ ബേസിക് ലോജിക് ഗേറ്റ്സ് വരുന്നുണ്ട്, യൂണിവേഴ്സൽ ഗേറ്റ്സ് വരുന്നുണ്ട്, അതോടൊപ്പം എക്സ്ട്രാ മറ്റ് 2 ഗേറ്റ്സ് കൂടി വരുന്നുണ്ട്. സോ ബേസിക് ലോജിക് ഗേറ്റ്സിന്റെ കേസിൽ ഏതൊക്കെയാണ് വരുന്നത്? ഓർ ഗേറ്റ്, ആൻഡ് ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. നമ്മൾ ഓരോ ഗേറ്റിന്റെയും സിംബോളിക് റെപ്രസെന്റേഷനും അതോടൊപ്പം അതിന്റെ ട്രൂത്ത് ടേബിളും ഇവിടെ ഒരു വീഡിയോയിൽ നോക്കുന്നുണ്ട്. സോ ആദ്യം ഓർ ഗേറ്റ് ആണ് പറയുന്നത്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഏതൊരു ഗേറ്റ് ആണെന്നുണ്ടെങ്കിലും ആ ഗേറ്റിന് ഇൻപുട്ട് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഔട്ട്പുട്ട് ഉണ്ടായിരിക്കും. ഇനി ഇവിടെ ഔട്ട്പുട്ട് തീരുമാനിക്കുന്നത് അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ ആണ്. ഓക്കെ, അതായത് ബൂളിയൻ വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രൂ ഓർ ഫോൾസ് ആയിരിക്കും. അതുപോലെ ഇവിടെ ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത് ബൈനറി വാല്യൂസ് ആണ്. അതായത് ബൈനറി വാല്യൂസിനെ ഇങ്ങനത്തെ ഇലക്ട്രോണിക് ഡിവൈസിന് റീഡ് ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ ബൈനറി വാല്യൂസ് എന്ന് പറഞ്ഞാൽ 0 ഓർ 1ന്റെ കോമ്പിനേഷൻ ആയിരിക്കും. സോ 0 ഓർ 1 ആവാം, അല്ലെങ്കിൽ അതിന്റെ കോമ്പിനേഷൻസ് ആയിരിക്കാം. സോ ഓർ ഗേറ്റിന്റെ കേസിൽ ഇറ്റ് ഈസ് എ ഡിജിറ്റൽ ലോജിക് ദാറ്റ് ഇംപ്ലിമെന്റ്സ് ലോജിക്കൽ ഡിസ്ജങ്ഷൻ. ഓക്കെ, അല്ലെങ്കിൽ ലോജിക്കൽ അഡീഷൻ ആണ് ഓർ ഗേറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ആൻഡ് ഓർ ഗേറ്റ് പ്രൊഡ്യൂസസ് എ ഹൈ ഔട്ട്പുട്ട് വെൻ എനി വൺ ഓഫ് ദി ഇൻപുട്ട് ഈസ് ഹൈ. ഓക്കെ, ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിലാണ് ഔട്ട്പുട്ട് ഹൈ ആകുന്നത്. അതായത് ഇവിടെ ഇവിടെ എ ആൻഡ് ബി 2 വേരിയബിൾസ് ആണ് കൊടുത്തിട്ടുള്ളത്. ബൈനറി വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 ഓർ 1 ആണ്. ഓക്കെ, സോ ഇവിടെ എത്ര കോമ്പിനേഷൻസ് വരാം? 4 കോമ്പിനേഷൻസ് വരാം. അതായത് 2 എന്ന് പറയുന്നത് 0 ഓർ 1 ആകാം. അതുപോലെ തന്നെ ഇവിടെ 2 വേരിയബിൾസ് ആണ്. സോ 2 സ്ക്വയർ. ഓക്കെ, 2ന്റെ സ്ക്വയർ ആണ് ഇവിടെ നമ്മൾ അതിന് എത്ര കോമ്പിനേഷൻ ഉണ്ടായിരിക്കും എന്നുള്ളത് കാണുന്നത്. ഇപ്പോൾ n വേരിയബിൾസ് ആണെങ്കിൽ 2n കോമ്പിനേഷൻസ് അവിടെ പോസിബിൾ ആണ്. ഓക്കെ, സോ ഇവിടെ എ ആൻഡ് ബി 2 വേരിയബിൾസ് ആണ്. അതുകൊണ്ട് തന്നെ 4 കോമ്പിനേഷൻസ് ഉണ്ടായിരിക്കും. അതായത് 0 0 വരാം, 0 1 വരാം, 1 0 വരാം, 1 1 വരാം. ഓക്കെ, ഇപ്പൊ എ 0 ആൻഡ് ബി 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 0. ഓക്കെ, ലോ ആയിരിക്കും. ഇനി എ 0 ആൻഡ് ബി 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ ഹൈ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ ബി എന്ന് പറയുന്നത് 1 ആണ്, അതുകൊണ്ട് ഔട്ട്പുട്ട് ഹൈ ആണ്. ദെൻ 1 ആൻഡ് 0 വരുന്ന സമയത്ത് ഔട്ട്പുട്ട് 1 ആണ് വരുന്നത്. ആൻഡ് 1 1 വരികയാണെന്നുണ്ടെങ്കിലും അതെന്താണ്? 1 ആണ്.
ഓക്കെ, സോ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓർ ഗേറ്റിന്റെ കേസിൽ നമ്മളിപ്പോ 1+1 എന്ന് പറയുമ്പോൾ സമ്മ് 0യും ക്യാരിയാണ് 1 ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് ക്യാരിയാണ് കൊടുത്തിട്ടുള്ളത് 1 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് പ്രൊഡ്യൂസസ് ലോ ഔട്ട്പുട്ട് വെൻ ഓൾ ദി ഇൻപുട്സ് ആർ ലോ. ഓക്കെ, ലോ ഔട്ട്പുട്ട് 0 എന്ന് പറയുന്നത് രണ്ട് ഇൻപുട്ടും ലോ ആകുമ്പോഴാണ് ഔട്ട്പുട്ട് ലോ ആകുന്നത്. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാൽ ഇവിടെ ഔട്ട്പുട്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. ഓക്കെ, സോ ഹിയർ ബൂളിയൻ എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് ഈസ് ഈക്വൽ ടു a+b എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അതാണ് ഓർ ഗേറ്റിനെ കുറിച്ച് നോക്കാനുള്ളത്. ഇനി അടുത്തത് ആൻഡ് ഗേറ്റ് ആണ്. ഓക്കെ, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആൻഡ് ഗേറ്റിന്റെ കേസിൽ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് വരുന്നു. എ ആൻഡ് ബി ആർ ദി ഇൻപുട്സ്. a.b എന്നുള്ളതാണ് ഇവിടെ ബൂളിയൻ എക്സ്പ്രഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ട്രൂത്ത് ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഇവിടെയും എന്താണ്, രണ്ട് 0 and 1 ആണ്, ആൻഡ് രണ്ട് വേരിയബിൾസ് ആണ്. സോ 4 കോമ്പിനേഷൻസ് വരാം. ഓക്കെ, 3 വേരിയബിൾസ് ഉണ്ടായിരുന്നു എങ്കിൽ 2⁻3 8 കോമ്പിനേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ഇവിടെ എങ്ങനെയാണ് ഇൻപുട്ടും ഔട്ട്പുട്ട്, ഏതൊക്കെ ഇൻപുട്ട് കൊടുത്താൽ എങ്ങനെയാണ് ഔട്ട്പുട്ട് വരുന്നതെന്ന് നോക്കാം. എ ബി ലോ ആണെന്നുണ്ടെങ്കിൽ 0 0 ആണെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. അതുപോലെ തന്നെ എ 0 ആൻഡ് ബി 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? ലോ ആയിരിക്കും. അതുപോലെ തന്നെ A1 B0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. 1 and 1 ആണെന്നുണ്ടെങ്കിൽ 1 ആയിരിക്കും. അതായത് രണ്ട് ഇൻപുട്ടും ഹൈ ആകുമ്പോൾ മാത്രമാണ് ഇവിടെ ഔട്ട്പുട്ട് ഹൈ ആകുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയി എന്ന് കരുതിയിട്ട് ഔട്ട്പുട്ട് എന്താവൂല? ഹൈ ആവൂല. ഓക്കെ, സോ അതായത് ഇവിടെ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ലോ ആയി കണ്ടിട്ടുണ്ടെങ്കിൽ ഔട്ട്പുട്ട് ലോ ആയിരിക്കും. ഓക്കെ, സോ അതാണ് ആൻഡ് ഗേറ്റിന്റെ കേസിൽ വരുന്നത്. ആൻഡ് ഇറ്റ് ഇംപ്ലിമെന്റ്സ് ലോജിക്കൽ കൺജക്ഷൻസ് ആണ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ എക്സ് ഈസ് ഈക്വൽ ടു a.b. a.b എന്ന് പറയുന്നതാണ് ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അടുത്ത ഗേറ്റ് ആണ് നോട്ട് ഗേറ്റ്. ഓക്കെ, നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. കാരണം ഇറ്റ് പ്രൊഡ്യൂസസ് ഹൈ ഔട്ട്പുട്ട് വെൻ ദ ഇൻപുട്ട് ഈസ് ലോ ആൻഡ് വൈസ് വേഴ്സ. ഓക്കെ, ഇൻപുട്ട് എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതിന്റെ നേരെ കോംപ്ലിമെന്റ് ആയിരിക്കും ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഓക്കെ, ആൻഡ് നോട്ട് ഗേറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൻ ഇൻവെർട്ടർ. ഓക്കെ, അതായത് Q ഈസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് എന്ന് പറയാം. എ ആണ് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? അത് Q കോംപ്ലിമെന്റ് ആയിരിക്കും. ഓക്കെ, സോ ഇവിടെ നമുക്കറിയാം ഇൻപുട്ട് എ ആണ് കൊടുത്തിട്ടുള്ളത്, ഔട്ട്പുട്ട് Q ആണ്. ഓക്കെ, അപ്പൊ Q എന്ന് പറയുന്നത് എന്തായിരിക്കും? എ കോംപ്ലിമെന്റ് ആയിരിക്കും. ഇവിടെ അതിന്റെ ട്രൂത്ത് ടേബിൾ കൊടുത്തിട്ടുണ്ട്. എ ആൻഡ് വൈ എന്നുള്ളതാണ് ഇവിടെ ഔട്ട്പുട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. സോ എ 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 1 ആയിരിക്കും. അതുപോലെ തന്നെ ഇൻപുട്ട് 1ഉം ഔട്ട്പുട്ട് ഇൻപുട്ട് 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് 0 ആയിരിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ സിംബോളിക് റെപ്രസെന്റേഷനിൽ Q ആണ് ഔട്ട്പുട്ട് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് അതൊന്ന് മാറിയെന്നേ ഉള്ളൂ. ഓക്കെ, ഇവിടെ Q ആണ്. ഓക്കെ, സോ 0 ആൻഡ് 0ന്റെ കോംപ്ലിമെന്റ് 1 ആൻഡ് 1ന്റെ കോംപ്ലിമെന്റ് 0. ഓക്കെ, ആ ഒരു രീതിയിലാണ് നോട്ട് ഗേറ്റ് വർക്ക് ചെയ്യുന്നത്. സോ ആൻഡ് ഓർ നോട്ട് ഗേറ്റിന്റെ അതിനെ ചേർത്തുകൊണ്ടായിരിക്കും ഇനി എന്ത് വരുന്നത്? ഇനിയുള്ള ഗേറ്റ്സ് വരുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ്. അപ്പൊ എന്തുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് പറയുന്നത്? യൂണിവേഴ്സൽ ഗേറ്റ്സിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എല്ലാ ബേസിക് ഗേറ്റ്സും ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. So a universal gate is a gate which can implement any Boolean function without need to use any other gate types. Okay, so universal gate in the case NAND ഗേറ്റും NOR ഗേറ്റും ആണ് വരുന്നത്. NAND ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടാണ് നാൻഡ് ഗേറ്റ് വരുന്നത്. അതുപോലെ തന്നെ നോർ ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർ ഗേറ്റും നോട്ട് ഗേറ്റും ചേർന്നിട്ടാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നാൻഡ് ഗേറ്റിൽ നിന്നും നോർ ഗേറ്റിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? ഈ ബേസിക് ഗേറ്റ്സ് ആള് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗേറ്റ് എന്ന് പറയുന്നത്. അതിന് പ്രൂഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇതിന്റെ ലോജിക് സിംബോളിക് റെപ്രസെന്റേഷനും അതുപോലെ തന്നെ ട്രൂത്ത് ടേബിളും മാത്രമാണ് ഇവിടെ നോക്കുന്നത്. ഇനി
നാൻഡ് ഗേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആൻഡ് ഗേറ്റ് ഫോളോഡ് ബൈ നോട്ട് ഗേറ്റ്. ഓക്കെ, ഇവിടെ നോക്കിയാൽ അറിയാം ആൻഡ് ഗേറ്റിന്റെ ഇവിടെ ഒരു സർക്കിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നോട്ട് ഗേറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഒരു ആൻഡ് ഗേറ്റ് നോട്ട് ഗേറ്റിനെ ഫോളോ ചെയ്തതാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടുത്തെ ട്രൂത്ത് ടേബിളിൽ ആൻഡ് ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. ഓക്കെ, അതായത് 0 0 എ 0യും ബി 0യും വരികയാണെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. ഓക്കെ, ദെൻ 0 1 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ 1. ഓക്കെ, ആൻഡ് ഗേറ്റിന്റെ കേസിൽ 0 0 വരികയാണെങ്കിൽ 0 ആയിരുന്നു, ഇവിടെ 1 ആണ്. അതുപോലെ തന്നെ 0 1 ആണെങ്കിൽ 1 1 0 ആണെന്നുണ്ടെങ്കിൽ 1, അതുപോലെ തന്നെ 1 1 ആണെങ്കിൽ 0 ആയിരിക്കും. ഓക്കെ, സോ ഇതാണ് നാൻഡ് ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി നോർ ഗേറ്റിന്റെ കേസിലാണെന്നുണ്ടെങ്കിലോ, നോർ ഗേറ്റിന്റെ കേസിൽ ഓർ ഗേറ്റ് ഫോളോഡ് ബൈ നോട്ട് ഗേറ്റ്. ഓക്കെ, ഇവിടെ ഓർ ഗേറ്റ്, ഇവിടെ ഒരു സർക്കിൾ കാണാം, ഇത് നോട്ട് ഗേറ്റിനെ കാണിക്കുന്നു. ഓക്കെ, സോ ഓർ ഗേറ്റ് ഒരു നോട്ട് ഗേറ്റിനെ ഫോളോ ചെയ്യുന്നു. ആൻഡ് ഇതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഹോൾ കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ ആൻഡ് ഗേറ്റിന്റെ കേസിൽ എ ഡോട്ട് ബി ഹോൾ കോംപ്ലിമെന്റ് ആണ് അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ വരുന്നത്. ഓക്കെ, സോ ഇവിടെ എങ്ങനെയാണ് അതിന്റെ ട്രൂത്ത് ടേബിൾ വരുന്നത്? ഓർ ഗേറ്റിന്റെ നേരെ അതിനെ ഇൻവേർട്ട് ചെയ്തതായിരിക്കും. അതായത് എ ബി എന്ന് പറയുന്നത് 0 0 ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1, ആൻഡ് 0 1 ആണെങ്കിൽ 0 ആയിരിക്കും, 1 0 ആണെങ്കിൽ 0 ആയിരിക്കും, 1 1 ആണെങ്കിൽ 0 ആയിരിക്കും. ഓർ ഗേറ്റിൽ എന്തായിരുന്നോ അതിന്റെ നേരെ ഇൻവേർട്ട് ചെയ്തതാണ് ഇവിടെ ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, സോ അതാണ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഇനി വരുന്ന രണ്ട് ഗേറ്റ്സുകളാണ് എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആൻഡ് എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹിയർ വെൻ ബോത്ത് ഇൻപുട്സ് ആർ സെയിം ഇറ്റ് ഗീവ്സ് ലോ ഔട്ട്പുട്ട്. ഓക്കെ, അതായത് ഇപ്പൊ 0 ആൻഡ് 0 അല്ലെങ്കിൽ 1 ആൻഡ് 1 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? 0 ആയിരിക്കും. ഒരേ ഇൻപുട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലോ ഔട്ട്പുട്ട് ആയിരിക്കും. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ട് ഉള്ള ഔട്ട്പുട്ട് ഇൻപുട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി ഹൈ. ഓക്കെ, ഇവിടെ ട്രൂത്ത് ടേബിൾ നോക്കിയാൽ അറിയാം 0 0 അല്ലെങ്കിൽ 1 1 ആണ് വരുമെങ്കിൽ ഔട്ട്പുട്ട് 0 ആണ് വരുന്നത്. ഇനി 0 ആൻഡ് 1 ആണ് വരുന്നത് അല്ലെങ്കിൽ 1 ആൻഡ് 0 ആണെങ്കിൽ 1 ആയിരിക്കും ഔട്ട്പുട്ട് വരുന്നത്. ഓക്കെ, സോ ഹിയർ ബൂളിയൻ എക്സ്പ്രഷൻ ക്യാൻ ബി റിട്ടൺ ആസ് എ കോംപ്ലിമെന്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെന്റ്. ഓക്കെ, അതായത് ഔട്ട്പുട്ട് ഹൈ ആയിട്ട് വരുന്നത് എപ്പോഴാണ്? 0 ആൻഡ് 1 1 ആൻഡ് 0 ആ ഒരു കോമ്പിനേഷനിലാണ് വരുന്നത്. അതുകൊണ്ട് എ കോംപ്ലിമെന്റ് ബി പ്ലസ് എ ബി കോംപ്ലിമെന്റ് എന്ന് നമുക്ക് അതിന്റെ ബൂളിയൻ എക്സ്പ്രഷൻ എഴുതാം. ഓക്കെ, ആൻഡ് ഇതിന്റെ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിന്റെ സിംബോളിക് റെപ്രസെന്റേഷൻ വരുന്നത് ഈ ഒരു രീതിയിലാണ്. എ ആൻഡ് ബി ആർ ഇൻപുട്സ് ആൻഡ് വൈ ഈസ് ദി ഔട്ട്പുട്ട്. ദെൻ എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ എക്സ്ക്ലൂസീവ് ഈ ഗേറ്റില് നോട്ട് ഗേറ്റ് കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ജസ്റ്റ് നേരത്തെ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റിന്റെ കേസിൽ എന്താണ് പറഞ്ഞത്? അതിനെ ഇൻവേർട്ട് ചെയ്തതാണ് എക്സ്ക്ലൂസീവ് നോർ ഗേറ്റിൽ വരുന്നത്. ഓക്കെ, the exclusive NOR gate gives high output when all the inputs are at same logic level. Okay, അതായത് ഇൻപുട്ട് സെയിം ആണെന്നുണ്ടെങ്കിൽ ഔട്ട്പുട്ട് വിൽ ബി 1. സോ ഇവിടെ എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നോട്ട് ഗേറ്റിനെ ഫോളോ ചെയ്യാണ്. ഓക്കെ, സോ നമുക്ക് ഇത് ഇങ്ങനെയുള്ള ഈ ഒരു സീക്വൻസ് അല്ലെങ്കിൽ ഈ ഒരു സെക്യൂട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ ഈ ഒരു രീതിയിൽ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ഒരു ബബിള് കാണാം നിങ്ങൾക്ക്. സോ ഹിയർ 0 0 ആണെങ്കിൽ 1, 0 1 ആണെങ്കിൽ 0, 1 0 ആണെങ്കിൽ 0, 1 1 ആണെങ്കിൽ 1. നേരത്തെ നേരെ ഇൻവേർട്ട് ചെയ്തതാണ്. ഓക്കെ, സോ ഇതാണ് എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയാണ് ഗേറ്റ്സിന്റെ ലോജിക് ഗേറ്റ്സിൽ വരുന്നത്. നമ്മൾ ബേസിക് ഗേറ്റ്സ് ഉണ്ട്, യൂണിവേഴ്സൽ ഗേറ്റ്സ് ഉണ്ട്, എക്സ്ട്രാ വരുന്ന എക്സ്ക്ലൂസീവ് ഓർ ഗേറ്റ് ആൻഡ് എക്സ്ക്ലൂസീവ് നോർ ഗേറ്റ്. ഓരോന്നിന്റെയും ലോജിക് സിമ്പിൾസ് ആൻഡ് ട്രൂത്ത് ടേബിൾ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എനിവേ, താങ്ക് യു.